Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആണ്. 160.75 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആണ് ഇന്ന് വരാൻ പോകുന്നത്. $23,457.25 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ നമ്മൾ ഇന്നലെ വീക്ക്ലി എക്സ്പയറിയുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് സൈഡ് വേസിലായിരുന്നു 1 മണി 1:30 വരെ. അതിനുശേഷമാണ് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു അനാലിസിസ് എന്തായിരുന്നോ അതുപോലെ തന്നെ വരുന്നത് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വ്യൂ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. 23,400 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. $23,500 അതുപോലെ തന്നെ 23,600 140 അറൗണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രീമിയം അതുപോലെ തന്നെ 23,550 നോക്കുകയാണെങ്കിലും അറൗണ്ട് 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 23,400 പുട്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം. അറൗണ്ട് 200 അപ്പോൾ 23,300 പുട്ട് ഓപ്ഷനാണ്. അറൗണ്ട് 170 23,200 അതുപോലെ തന്നെ 23,250 പുട്ട് ഓപ്ഷനാണ് ഞാൻ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ട്രേഡിംഗ് അറൗണ്ട് 130 അതുപോലെ തന്നെ 145. ഓക്കെ, ഇപ്പോൾ നമുക്ക് 400 ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നമുക്ക് നോക്കാം. 160.75 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം ഇന്ന് പുതിയ കോൺട്രാക്റ്റിലേക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം കുറച്ച് ഹൈ ആയിരിക്കും അറ്റ് ദ മണിയിലൊക്കെ. അപ്പോൾ നമ്മൾ ഇൻ ദ മണിയാണ് എക്സ്പയറി ഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ ഔട്ട് ഓഫ് ദ മണി നമുക്ക് എടുക്കേണ്ടി വരും എക്സ്പയറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒക്കെ വരുമ്പോൾ. പിന്നെ അത് അറ്റ് ദ മണിയിലേക്ക് വരും. പിന്നെ എക്സ്പയറി ആകുമ്പോൾ നമുക്ക് ഇൻ ദ മണിയിലേക്ക് പോകുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷനും അതുപോലെ തന്നെ എൻട്രി കൺഫർമേഷനും കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് മാത്രം ട്രേഡ് ചെയ്യാം. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള എൻട്രീസ് പ്രോപ്പർ കൺഫർമേഷൻ ഇല്ലാതെ വെറുതെ എൻട്രി എടുത്തിട്ട് അത് കയറി വരും എന്നുള്ള വ്യൂവിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ നമുക്ക് 400 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 23,400 അതുപോലെ തന്നെ 480 ലെവലിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്.
പുതിയതായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് പേര് വന്നിട്ടുണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോസ് ഒരുപാടുണ്ട്. ആ വീഡിയോസൊക്കെ ലൈവ് മാർക്കറ്റ്, ലൈവ് അനാലിസിസും കാര്യങ്ങളും, ലൈവ് ട്രേഡിങ്ങും, അതുപോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള അനാലിസിസും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആസ് ഓഫ് നൗ നമ്മുടെ കോൾ ഓപ്ഷൻ ബൈയിങ് പ്രഷർ 23,400 എന്നൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ കോൾ ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ബൈയിങ് പ്രഷർ കാണാം. അതേസമയം ഈ ഒരു 450 ലെവൽ വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് കാണുന്നത് കഴിഞ്ഞ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ആയിട്ട്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് 23,400 ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്യാപ്പ് ഫില്ലിംഗ് വരികയാണെങ്കിൽ കുറച്ചധികം പോയിന്റ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ കാണാം നല്ലൊരു ബൈയിങ് പ്രഷർ ഫസ്റ്റ് 5 മിനിറ്റ്സിൽ വന്നിട്ടുണ്ട്. $23,450 ലെവലിലാണ് കഴിഞ്ഞ 5 മിനിറ്റായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ എൻട്രി ഒന്നും ഡയറക്ഷനും എൻട്രിയും കൺഫേം ആയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഒരു കൺസോൾട്ടേഷനാണ് ഈ ഒരു 450, 460 ലെവൽ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, 23,460 ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് വാച്ച് ലിസ്റ്റിൽ കുറച്ച് സ്ട്രൈക്ക് പ്രൈസസ് ആഡ് ചെയ്യാം. 23,250,
23,650 ആണ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരുന്നത്. അറൗണ്ട് 140 ആണ് രണ്ട് സ്ട്രൈക്ക് പ്രൈസും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബെയറിഷ് വ്യൂ ആണ് ഓവറോൾ ഉള്ളത്. ഡേ ഹൈയിലേക്ക് വരേണ്ടതുണ്ട് പുട്ട് ഓപ്ഷൻ. പക്ഷേ ഈ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. യെസ്, നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. യെസ്, നമ്മൾ എൻട്രി എടുത്തു. 147 ആവറേജ് പ്രൈസ് വരുന്നത്. 23,250. കുറച്ചൊരു ചലഞ്ചിങ് എൻട്രി ആണ്. ആ ഒരു കൺസോൾട്ടേഷൻ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റാക്കി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ആസ് ഓഫ് നൗ നമ്മൾ കുറച്ച് റിസ്ക്കിലാണ്. പക്ഷേ ഡേ ഹൈയിലേക്ക് പുട്ട് ഓപ്ഷൻ സ്പൈക്ക് ചെയ്യേണ്ട ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. പക്ഷേ 2 ലോട്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ റിസ്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം സാധ്യതകളാണ്. നമുക്ക് ആ ഒരു റിസ്ക് ഈ ഒരു പോയിന്റിൽ എടുക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു. പക്ഷേ നമുക്ക് ഫേവറബിളായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്രിട്ടിക്കൽ എൻട്രീസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള വ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എൻട്രി എടുത്തത്. പക്ഷേ അത് എത്രത്തോളം നമുക്ക് സക്സസ്ഫുള്ളാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചലഞ്ച്. നോക്കാം. ഉദ്ദേശിച്ച പോലെ ഒരു റിസ്കിലാണ് വരുന്നത്. ഓക്കെ, ബ്രേക്ക് ഔട്ട് വന്നു കോൾ ഓപ്ഷനിൽ. നോ ചാൻസ്. നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. $1.5K ലോസ് വന്നു. ഇപ്പോൾ എവിടെയോ നമ്മുടെ ഒരു അനാലിസിസ് കംപ്ലീറ്റ്ലി റോങ് ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു എൻട്രി കൂട്ടി നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. $162. $147 നമ്മൾ എൻ്റർ ചെയ്തു. 135. നമുക്ക് കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാം. ഇതൊരു റിവെഞ്ച് ട്രേഡ് അല്ല എങ്കിലും
യെസ്, 1 ലോട്ടാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. 158 പോയിട്ടുണ്ട് എൻട്രി. അൺഫോർച്ചുനേറ്റ്ലി ചെറിയൊരു പ്രോബ്ലമാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ലോട്ട് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. വേറെ സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോകണം. 23,700 നമുക്ക് നോക്കാം. വെയിറ്റ്. നമ്മുടെ പുട്ട് ഓപ്ഷൻ എൻട്രി ഒരു മോശം ട്രേഡായിരുന്നു. അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് കൃത്യമായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. എന്തായാലും കോൾ ഓപ്ഷനിൽ അത്യാവശ്യം റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വ്യൂ. അത് കുറച്ച് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 1 ലോട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, $23,700 ആണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡിസിഷൻ നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യാം. $157 നമ്മൾ കയറിയത്. അത് കുറച്ചൊരു ഹൈ പ്രീമിയമാണ്. 1 ലോട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 30 പോയിൻറ്റ്സ് ആണ് വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് ഒരു അഡീഷൻ കിട്ടിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉറപ്പായിട്ടും ഹയർ ലെവൽസിൽ തന്നെ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഒരു അഡീഷൻ വരുന്നത്. അഡീഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. കോസ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോൾ ഓപ്ഷൻ എൻട്രി. റെഡി. യെസ്, നമ്മൾ 1 ലോട്ട് കൂടി ആഡ് ചെയ്തു. 142 ആഡ് ചെയ്തിട്ടുള്ളത്. 23,700 650 650 700 രണ്ട് സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ ലോട്ട് വെച്ചിട്ട്. ഇപ്പം നമ്മുടെ ലോസ് റിക്കവറായി വരുന്നുണ്ട്. പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ
മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു 30 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റിക്കവർ ആവേണ്ടതുണ്ട്. എനിവേ 30 പോയിൻറ്റ്സ് കിട്ടുമെന്ന് വിചാരിക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രേഡ് നമ്മുടെ അഗെയിൻസ്റ്റ് പോവും. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അപ്പോൾ വൺസ് അഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വിക്ക് 20-30 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. യെസ്, ബ്രേക്ക് ഔട്ട് വരാൻ പോകുന്നുണ്ട്. യെസ്, 142 ആണ് ആവറേജ് പ്രൈസ്. കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 23,540 അതുപോലെ തന്നെ 23,600 വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. 23,525-530 ലെവലാണ് ഇവിടെ മുകളിൽ കാണാം. നിഫ്റ്റി ഈ ഒരു ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ക്ലോസിംഗ് ആണ് പ്രീവിയസ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മൊമെൻറ്റം എത്രത്തോളം റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. 23,520-530 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. അറൗണ്ട് 147 ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 23,700 അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യേണ്ടി വരും. നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ട്. യെസ്, ഇപ്പോൾ ഒരു ചെറിയൊരു റിവേഴ്സൽ സൈനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 2.6K ലോസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഡേ ഹൈ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു 4K അറൗണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ കൂടുതൽ ലോസ് ബെയർ ചെയ്യാനായിട്ട് പറ്റില്ല. 146 ആണ് വരേണ്ടത്. യെസ് ബൈയിങ് പ്രഷർ ഉണ്ട്. വെയിറ്റ് ചെയ്യാം. കൃത്യമായ വ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇടാം. 130 അറൗണ്ട് 700. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. 2 ട്രേഡിനും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. കൃത്യമായ അനാലിസിസിലാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവൽ ലോവർ ലോ വന്നു. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ചെയ്തെങ്കിൽ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് ലോസ് ബെയർ ചെയ്യേണ്ടി വരും. റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചൊരു ചലഞ്ചിങ് ട്രേഡാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷനിൽ ഓൾറെഡി നമുക്ക് ലോസ് വന്നു. കോൾ ഓപ്ഷനിൽ നമ്മളിപ്പം സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്ക് സേഫ് ആക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഒരു ട്രേഡിൽ പ്രോഫിറ്റിൽ വരാനായിട്ട് പറ്റും. 147 ആണ് വരേണ്ടത്. നമ്മുടെ ആവറേജ് പ്രൈസ് 142 ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. $145. ഗുഡ്. വെയിറ്റ് ചെയ്യാം. 147.50 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. 700 കോൾ ഓപ്ഷൻ. യെസ്, ഡൺ. ഒരു പെർഫെക്റ്റ് എക്സിക്യൂഷൻ ആണെന്ന് പറയാം. ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നത് പ്രൈസ് കൃത്യമല്ലെന്ന് തോന്നുന്നു. എക്സിക്യൂട്ട് ആയിട്ടില്ല അത്. നമുക്ക് മോഡിഫൈ ചെയ്ത ഓപ്ഷൻസ് ഇപ്പം ചെറിയൊരു അബദ്ധം പറ്റി.
എക്സാക്റ്റ് നമ്മൾ 147 സ്ക്വയർ ഓഫ് ചെയ്യാൻ നോക്കിയതായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ ലോസാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു 130 അതുപോലെ തന്നെ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും 130 അതുപോലെ തന്നെ 150 23,700 കോൾ ഓപ്ഷൻ 130 23,650 കോൾ ഓപ്ഷൻ 150 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് 147 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് വന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്ക്വയർ ഓഫ് ഓൾ കൊടുക്കുകയാണ് ചെയ്തത്. സ്ക്വയർ ഓഫ് ഓൾ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സെൽ ഓർഡറായിട്ടാണ് പോവുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ ആ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എക്സാക്റ്റായിട്ട് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാൻ ശ്രമിച്ചത് 147 അപ്പോൾ അത് അവസാനം സ്ക്വയർ ഓഫ് ആയത് 139 അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് എറൗണ്ട് കോസ്റ്റ് ഒരു 3 പോയിൻറ്റ് ലോസിലും അതുപോലെ തന്നെ 650 നോക്കുകയാണെങ്കിൽ 167 സ്ക്വയർ ഓഫ് ചെയ്യാൻ നോക്കിയത്. കൃത്യം ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് 167, പക്ഷേ സ്ക്വയർ ഓഫ് ആയത് 159 അപ്പോൾ ഇനി ആ ഒരു ലെവൽ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ മൊമെൻറ്റം വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ ഈ ഒരു നേരത്തെ വന്ന ലോ റീടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് അത് ഓൾമോസ്റ്റ് റിക്കവർ ആയതായിരുന്നു. ഓർഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ 147 പകരം നമുക്ക് 39 അപ്പോൾ ഒരു 8 പോയിൻറ്റ്സ് അവിടെയും, അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് എടുത്ത എൻട്രിയിൽ നമുക്ക് 67 അവിടെ ഒരു 8 പോയിൻറ്റ്സ് 16 പോയിൻറ്റ്സ് നമുക്ക് ലോസ് ആയിട്ടുള്ളത്. ഇപ്പോൾ 1Kയുടെ അടുത്ത് നമുക്ക് ലോസ് റിക്കവർ ആയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള സ്ക്വയർ ഓഫ് ഓളാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ അത് വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു എക്സിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ മേ ബി അത് റീടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 147 അതുപോലെ തന്നെ 167 ലെവൽ 23,700 കോൾ ഓപ്ഷനും 23,650 കോൾ ഓപ്ഷനും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് എക്സിറ്റ് ചെയ്യാനും പിന്നെ ഇനി വെയിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഇനി ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് കൃത്യമായിട്ട് നമുക്ക് ബുക്കിംഗ് കിട്ടിയതാണ്. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുള്ള വ്യൂ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ചാൻസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 1.6K ലോസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം. എന്തായാലും ആ ഒരു സിസ്റ്റത്തിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് കോൾ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോൾ സൈഡ് എൻട്രി ഒരു റിവേഴ്സൽ സൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മേ ബി ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 23,600 ലെവലിലേക്ക് ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസും ഉണ്ട്. എന്തായാലും നമ്മളൊരു പുട്ട് സൈഡ് എൻട്രിയും കോൾ സൈഡ് എൻട്രിയും എടുത്തു. നെറ്റ് ലോസ് 1.6K മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.